Hi, dear students, how are you? I believe all of you are keeping fine. You are warm welcome to this plus one online class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളെ കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല. എല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, വ്യത്യസ്ത സ്കൂളുകളിൽ നിന്ന് വരുന്നവരാണല്ലോ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷ് കോഴ്സ് ബുക്കിലെ ആദ്യ യൂണിറ്റിനെ കുറിച്ചാണ്. ഇനിയും നമ്മൾ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നടക്കുക. ഇംഗ്ലീഷ് ചിലർക്കൊക്കെ തന്നെ അല്പം പ്രയാസമുണ്ടാക്കുന്ന ഒരു വിഷയമാണെങ്കിലും ഈ വർഷം നമുക്ക് വളരെ ലളിതമായി ഈ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് റീഡിങ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. സ്പെല്ലിംഗ് പഠിക്കലും നോസ്പ്രിന്റിലേക്ക് മാറ്റി എഴുതി പഠിക്കലും അതാത് ദിവസങ്ങളിലെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് വണ്ണിൽ നിങ്ങൾ നേടുന്ന മാർക്കിന് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ വിജയം ഉണ്ടാവുന്നത്. ആയതിനാൽ തന്നെ വളരെ കൃത്യമായ ടൈം ടേബിൾ പ്രകാരമുള്ള ഒരു പഠനം പ്ലസ് വണ്ണിന് ആവശ്യമാണ്. വളരെ നിലവാരമുള്ള, അതുപോലെ തന്നെ ശരാശരി നിലവാരമുള്ള ഒരുപാട് പാഠഭാഗങ്ങളാണ് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കണം. എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ, സാക്ഷാത്കരിക്കുവാൻ നാം എല്ലാം സദാ സന്നദ്ധരായിരിക്കുക. അങ്ങനെ നമുക്ക് പ്ലസ് വണ്ണിൽ ഉയർന്ന സ്കോർ നേടിക്കൊണ്ട് പ്ലസ് ടു എന്ന പരീക്ഷയെ വളരെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്, ആ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4 പാഠങ്ങളാണ്. 1 ദ ഫസ്റ്റ് ഫ്ലൈറ്റ്, 2 ഐ വിൽ ഫ്ലൈ, 3 ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ്, 4 ഈഫ്. ഇങ്ങനെ 4 പാഠങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൊക്കെ തന്നെ വളരെ പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ച് നമ്മോട് ചർച്ച ചെയ്യുന്നു. അവർ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ, എങ്ങനെയാണ് അവർ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത്, കഠിനമായ പ്രയത്നത്തിലൂടെയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഐ വിൽ ഫ്ലൈ എന്ന പാഠം ഡോക്ടർ APJ അബ്ദുൽ കലാം നടത്തിയ ഒരു സുന്ദരമായ പ്രസംഗമാണ്. വലിയൊരു സദസ്സിൽ നടത്തിയ ഈ പ്രസംഗത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് യുവാക്കളിൽ ഉണ്ടായിരിക്കേണ്ട ആത്മവിശ്വാസത്തെക്കുറിച്ചാണ്. ഈ പാഠഭാഗം നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു പോയത്തിൻ്റെ കുറച്ച് വരികളാണ്. അത് നമുക്ക് ശ്രദ്ധിക്കാം. When I wish upon a star, makes no difference who I am. Anything my heart desires will come to me. ഞാൻ നക്ഷത്രങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നക്ഷത്രങ്ങളിലേക്ക് എത്തിച്ചേരുവാനോ ആകാശയാത്ര നടത്തുവാനോ വളരെ യുവാവായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു. ആ സമയത്തൊന്നും തന്നെ ഞാൻ എൻ്റെ പോരായ്മകളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എൻ്റെ നിറത്തെക്കുറിച്ചോ, എൻ്റെ ബലഹീനതയെക്കുറിച്ചോ, എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ, എൻ്റെ കുടുംബത്തെക്കുറിച്ചോ, ദാരിദ്ര്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അവിടേക്ക് പോകാൻ, നക്ഷത്രങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ, വലിയ സ്വപ്നങ്ങൾ നേടുവാൻ വളരെ ചെറുപ്പത്തിലെ എനിക്ക് ഉത്കടമായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എൻ്റെ ഹൃദയം കുതിച്ചത്, അതൊക്കെ എന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മോട് പറയുന്നു.
അതിൻ്റെ അർത്ഥം അത്രയും കഠിനമായ ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുവാൻ, അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുവാൻ കഠിന ശ്രമത്തിലൂടെ നമുക്കും സാധിക്കും എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ ആദ്യ ഭാഗത്തിലൂടെ കലാം നമുക്ക് നൽകുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ എന്നാൽ ഞാൻ പറക്കും എന്നാണ്. എന്ത് പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് ഞാൻ ഉയരങ്ങളിലേക്ക് പറക്കും. അതായിരിക്കണം ഒരു യുവാവിൻ്റെ, ഒരു യുവതിയുടെ മനസ്സ് എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു ടൈറ്റിലിൽ, തലക്കെട്ടിൽ നമുക്ക് അദ്ദേഹം സമ്മാനിക്കുന്നത്. വളരെ ധീരമായ പ്രവൃത്തികളിലൂടെ നമുക്ക്, അക്ഷീണമായ പ്രവൃത്തികളിലൂടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അതിന് അദ്ദേഹം നൽകുന്ന മെസ്സേജ് ആണ് ഈ പ്രസംഗം. നമുക്ക് ശ്രദ്ധിക്കാം. ഐ വിൽ ഫ്ലൈ. എല്ലാവരും ടെക്സ്റ്റിലേക്ക് ശ്രദ്ധിക്കുക. ഓരോ വരിയായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥഭാഗങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, അർത്ഥങ്ങൾ നോട്ട് ചെയ്യുക. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ട് ഈ പാഠത്തിൻ്റെ ഒരു ഗുഡ് മെസ്സേജ് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. ഈ പ്രസംഗം ഇങ്ങനെയാണ് കലാം ആരംഭിക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. I would like to assert that no youth today needs to fear about the future. Why? The ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. Dear young friends, I would like to talk to you on the topic I am born with wings. എത്രയോ വർഷങ്ങളായി യുവതി യുവാക്കൾ ഈ ലോകത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മികച്ച സംഭാവനകളെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്, തിരിച്ചറിയുകയാണ്. ശരിയല്ലേ? എത്രയെത്ര യുവതി യുവാക്കളാണ് ഈ നാടിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. വിവിധ സ്ഥലങ്ങളിലായി അവരുടെ പ്രയത്നങ്ങൾ, അവരുടെ മികച്ച സംഭാവനകൾ, ആ സംഭാവനകളിലൂടെ നമ്മുടെ ഇന്നത്തെ ലോകം എത്രയേറെ വികസിച്ചിട്ടുണ്ട്. വർഷങ്ങളായി അങ്ങനെ തുടർന്നു വരികയാണ്. അവരുടെ ആ മികച്ച സംഭാവനകളെ ഞാൻ എക്കാലവും ഓർമ്മിക്കുന്നു. ഈ അവസരത്തിലും ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ആ വരിയുടെ അർത്ഥം. മനസ്സിലായല്ലോ? ഐ വുഡ് ലൈക്ക് ടു അസേർട്ട് ദാറ്റ്, ഞാൻ നിങ്ങളോട് ഊന്നി പറയുവാൻ, തറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് അല്ലയോ യുവതി യുവാക്കളെ, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ അദ്ദേഹം വളരെ തറപ്പിച്ച് പറയുവാൻ കാരണം എന്താണ്? വൈ? കാരണം എന്താണ്? അതിൻ്റെ ഉത്തരം അദ്ദേഹം നൽകുന്നു. ദി ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്, അണ്ടർ ദി എർത്ത് ആൻഡ് എബവ് ദ എർത്ത്. അല്ലയോ പ്രിയ യുവതി യുവാക്കളെ, നിങ്ങളുടെ എരിയുന്ന അല്ലെങ്കിൽ ജ്വലിക്കുന്ന മനസ്സാണ് സർവ്വതിനേക്കാൾ ശക്തിയുള്ളത്. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ഭൂമിക്കടിയിലേക്ക്, ഈ ഭൂമിക്ക് മേലെ എല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സമ്പത്ത്, ഏറ്റവും ശക്തിയുള്ള സമ്പത്ത് എന്നത്, അല്ലയോ യുവതി യുവാക്കളെ, നിങ്ങളുടെ ശക്തമായ എരിയുന്ന ജ്വലിക്കുന്ന മനസ്സ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല എന്ന് അദ്ദേഹം നമ്മോട് പറയുകയാണ്. അതുകൊണ്ടാണ് യുവതി യുവാക്കളെ, നിങ്ങൾ നാളുകളെക്കുറിച്ച് എന്തിനാണ് ഭയപ്പെടുന്നത്? ഇത്രയും ചങ്കൂറ്റമുള്ള ജ്വലിക്കുന്ന മനസ്സുള്ള നിങ്ങൾ നാളുകളെക്കുറിച്ച് എന്തിനാണ് ആവലാതിപ്പെടുന്നത് എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നത്, അല്ലെങ്കിൽ ഈ സദസ്സിനോട് അദ്ദേഹം ചോദിക്കുന്നത്. ഡിയർ യങ് ഫ്രണ്ട്സ്, അല്ലയോ പ്രിയ സുഹൃത്തുക്കളെ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഇന്ന് ഈ അവസരത്തിൽ ഈ സദസ്സിനോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ചിറകുകളാലെ ജനിച്ചവനാണ് എന്ന് പറയുവാനാണ്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് എനിക്ക് താല്പര്യം. ഞാൻ
ചിറകുകളാലെ ജനിച്ചവരാണ്, അതുകൊണ്ട് എനിക്ക് പറക്കുവാൻ സാധിക്കും എന്ന് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആ സദസ്സിനോട് പറയുവാൻ ചങ്കൂറ്റം കാണിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് ചർച്ച ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റിലേക്ക് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഇയർ I went to a village to inaugurate a program called ശാസ്ത്രയാൻ. ഇക്കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഗ്രാമത്തിലേക്ക് പോകാനിടയായി. എന്തിനു വേണ്ടിയാണ് ആ ഗ്രാമത്തിലേക്ക് പോയത്? ശാസ്ത്രയാൻ എന്ന ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനാണ് ഞാൻ പോയത്. എന്നെ ക്ഷണിച്ചതാണ്. ശാസ്ത്രയാൻ, ആ പരിപാടിയുടെ പേര് ശാസ്ത്രയാൻ എന്നാണ്. എന്താണ് ശാസ്ത്രയാൻ എന്നതിന്റെ അർത്ഥം? വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ശാസ്ത്ര പ്രചരണം എന്നാണ്. അതായത് സയൻസിനെ പ്രചരിപ്പിക്കുക, അല്ലേ? സയൻസിനെ പ്രചരിപ്പിക്കുക, സയൻസിന്റെ നേട്ടങ്ങളെ എല്ലാവർക്കും ഇടയിൽ എത്തിക്കുക, ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സയൻസിന്റെ നേട്ടങ്ങൾ എത്തിക്കുക, അതിനെ പ്രചരിപ്പിക്കുക. അതാണ് ശാസ്ത്രയാൻ എന്ന പരിപാടിയുടെ അർത്ഥം. ആ പരിപാടി കിട്ടിയിരിക്കുന്ന പേരാണ് ശാസ്ത്രയാൻ. ആ പരിപാടിയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ദി മിഷൻ ഓഫ് ശാസ്ത്രയാൻ. ആ ശാസ്ത്രയാൻ എന്ന പരിപാടിയുടെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? ദൗത്യം എന്താണ്? അതിന്റെ ദൗത്യം എന്താണ്? ടു എൻഷുർ ദ preparation of about 2000 students from different schools. വ്യത്യസ്ത സ്കൂളുകളിൽ നിന്ന്, ഇന്ത്യയിൽ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്ന് 2000 വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നുള്ളതാണ്. മിടുക്കരായ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നുള്ളതാണ്. എത്രത്തോളം? 2000-ഓളം വിദ്യാർത്ഥികളെ സജ്ജരാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ശാസ്ത്രയാൻ എന്ന പരിപാടിയുടെ ദൗത്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് അവരെ സജ്ജരാക്കുന്നത്? അവരെ മേക്കിംഗ് ദം എലിജിബിൾ ടു എഞ്ചിനീയേഴ്സ്, അവരെ മിടുക്കരായ എഞ്ചിനീയർമാരാക്കി മാറ്റുക. സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാരാക്കി മാറ്റുക. ഒപ്പം ഡോക്ടേഴ്സ്, അവരെ ഡോക്ടേഴ്സാക്കി മാറ്റുക. ക്വാളിഫൈഡ് മാനേജേഴ്സ്, യോഗ്യരായ മാനേജർമാരാക്കി മാറ്റുക. അതിലുപരിയായി സിവിൽ സർവൻസ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാക്കി മാറ്റുക. ഇതാണ് ശാസ്ത്രയാൻ എന്ന പരിപാടിയുടെ മിഷൻ, അതായത് ദൗത്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ 2000-ഓളം വിദ്യാർത്ഥികളെ വാർത്തെടുക്കുമ്പോൾ, സജ്ജരാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഫലം എന്താണ്? അതിന്റെ ഫലം ദിസ് ആക്ഷൻ വുഡ് ഇൻ റിട്ടേൺ നമ്മുടെ രാജ്യത്തിന് എന്താണ് പകരുന്നത്? എംപവർ അബൌട്ട് 2000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. ആ ഗ്രാമത്തിലെ 2000 കുടുംബങ്ങളെ ശാക്തീകരിക്കാൻ സാധിക്കും. ആ ഗ്രാമത്തിലെ 2000-ഓളം കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കും. എങ്ങനെയാണ് ശക്തിപ്പെടുത്തുക? ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജോലി ലഭിക്കുമ്പോൾ ആ കുടുംബം സ്വയം സമ്പൂർണ്ണമാവുകയോ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടുകയോ ചെയ്യുന്നു. അവരുടെ ദാരിദ്ര്യമില്ലാതാകുന്നു. അവരുടെ മറ്റു പ്രശ്നങ്ങൾ അകറ്റി നിർത്തുവാൻ സാധിക്കുന്നു, അല്ലേ? അങ്ങനെ ആ ജോലി ലഭിച്ച ആൾക്ക്, ക്വാളിഫൈഡ് ആയ ആൾക്ക് ആ കുടുംബത്തെ വളരെ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. ഞാൻ സംസാരിക്കുന്നത് ഒരു മിക്സഡ് ഓഡിയൻസിനോടാണ്. അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ്. ഞാൻ സംസാരിക്കുന്ന സദസ്സിൽ ഒട്ടനവധി ആൾക്കാരുണ്ട്, പലതരക്കാരായ ആൾക്കാരുണ്ട്. കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ്, അതിനകത്ത് 5000-ഓളം വിദ്യാർത്ഥികളുണ്ട്. ആൻഡ് ദർ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ ഓരോ കുടുംബത്തിൽ നിന്നും വന്ന അംഗങ്ങളും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന ആ സദസ്സിലാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. ഈ സദസ്സിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ടോപ്പിക് എന്താണ്? സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ശാസ്ത്രം രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നു. സയൻസ് എംപവേഴ്സ്, ശക്തിപ്പെടുത്തുന്നു, അല്ലേ? ദ നേഷൻ, രാജ്യത്തെ സയൻസ് ശക്തിപ്പെടുത്തുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിച്ച വിഷയം എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. നെക്സ്റ്റ് പാരഗ്രാഫ്, ടെക്സ്റ്റിലേക്ക് ശ്രദ്ധിക്കൂ. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആഫ്റ്റർ മൈ അഡ്രസ്, എന്റെ അഭിസംബോധനയ്ക്ക് ശേഷം, ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റൈസ്ഡ് ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ, സംശയങ്ങൾ ചോദിക്കുവാൻ 100 കണക്കിന് കൈകൾ ഉയരുകയുണ്ടായി. ആ സദസ്സിൽ നിന്ന് 100 കണക്കിന് കൈകൾ ഉയർന്നു വന്നു. ഡ്യൂ ടു ദി ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, സമയത്തിന്റെ പരിമിതി കാരണം, വളരെ കുറഞ്ഞ സമയമാണ് എനിക്ക് ആ ഉദ്ഘാടന സദസ്സിൽ ലഭിച്ചത്. അങ്ങനെയായിരുന്നു അതിന്റെ പ്രോട്ടോകോൾ. വളരെ കുറഞ്ഞ സമയം ലഭിച്ചത് കൊണ്ട് തന്നെ ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം. ആ വലിയ സദസ്സിൽ നിന്ന് ഞാൻ 10-12ഓളം വിദ്യാർത്ഥികളെ ഞാൻ സെലക്ട് ചെയ്യാൻ മറന്നില്ല. 10-12ഓളം വിദ്യാർത്ഥികളെ ഞാൻ സെലക്ട് ചെയ്തു. റാൻഡം മീൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്
12ഓളം വിദ്യാർത്ഥികളെ ഞാൻ സെലക്ട് ചെയ്തു. അവരോട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ അവർക്ക് ഞാൻ അവസരം നൽകുകയുണ്ടായി. ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, അവർക്ക് ഞാൻ ചോദ്യം ചോദിക്കുവാനുള്ള അവസരം നൽകുകയുണ്ടായി. എന്നെ അവർക്ക് ലഭിക്കുന്നത് വലിയൊരു അവസരമായിട്ട് അവർ കരുതി. ഞാൻ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുവാൻ എനിക്ക് കിട്ടിയ അവസരവും ഞാൻ വളരെ വലുതെന്ന് കരുതി. And then I would like to share with you one question of great concern which was asked by a student. ആ 12 കുട്ടികളിൽ ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഞാൻ ഇന്നും വളരെ ഗൗരവത്തോടെ കാണുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ചോദ്യമാണത്. വളരെ ഗ്രേറ്റ് കൺസേൺ, വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ കുട്ടി ചോദിച്ച ആ ചോദ്യത്തെ ഞാൻ ഇന്നും കാണുന്നത്. ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുവാൻ, പങ്കുവെക്കുവാൻ ഞാൻ ഇന്ന് ഏറെ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഈ ചോദ്യവുമായി അല്ലെങ്കിൽ ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് എല്ലാവരും ശ്രദ്ധിക്കൂ. The question was from a teenager who had come from a far away village. വളരെ അകലത്തു നിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ കുട്ടി, ഈ കൗമാരപ്രായക്കാരൻ അവിടെ എത്തിയിരിക്കുന്നത്. ടീനേജർ, കൗമാരപ്രായക്കാരൻ അല്ലേ? വളരെ അകലെ നിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ കുട്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അവൻ കൗമാരപ്രായക്കാരനാണ്. He was nervous. അവൻ വളരെ ലജ്ജാലുവാണ്, പേടിയുള്ളവനാണ്. And a typical representative of the youth of India. ഇന്ത്യയിലെ യുവജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവൻ അന്ന് ചോദിച്ചത് എന്ന് എനിക്ക് തോന്നാതില്ല. എനിക്ക് തോന്നി, അല്ലെ? എല്ലാ യുവാക്കളുടെയും, ഇന്ത്യയിലെ യുവാക്കളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അന്ന് അവിടെ അവൻ വന്നിട്ട് ആ ചോദ്യം ചോദിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. The boy began സ്പീക്കിംഗ്. ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നിന്ന് അവൻ എന്നോട് ചോദിച്ചു, സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. സർ, റിയലി ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. യഥാർത്ഥത്തിൽ എന്താണ് അങ്ങയോട് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല സർ. ഐ ആം നെർവസ്. ഞാൻ വളരെ ലജ്ജാലുവാണ്. ഞാൻ വളരെ പേടിയുള്ളവനാണ്, ഭയമുള്ളവനാണ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ പോലും ഞാൻ യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറില്ല സർ. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് ആത്മവിശ്വാസം വളരെ ആവശ്യമാണ്. എനിക്കില്ലാതെ പോയത് ആത്മവിശ്വാസമാണ്. അതെനിക്ക് നേടേണ്ടതുണ്ട് സർ. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. ഞാൻ കുറേ വർഷങ്ങളായി സ്കൂളിൽ പഠിക്കുന്നു. പക്ഷേ ഇത്ര കാലമായിട്ടും എനിക്ക് ആത്മവിശ്വാസം എന്ന മരുന്ന്, ആത്മവിശ്വാസം നേടുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല സർ. അത് ഞാൻ എങ്ങനെ നേടും? ഐ ആം എഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. ഞാൻ എൻ്റെ ടീച്ചർമാരോട് സംസാരിക്കുവാൻ പോലും ഭയപ്പെടുന്നു സർ. ഐ ആം എഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുവാൻ വളരെ ഭയപ്പെടുന്നു സർ. വെനെവർ ഐ ടോക്ക്, ഞാൻ എപ്പോഴൊക്കെ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുവോ ആ സമയത്ത് ഞാൻ ആദ്യം കമ്പയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയാണ്. ഞാൻ എൻ്റെ ബെഞ്ചിലിരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ എന്നെ തന്നെ സ്വയം കമ്പയർ ചെയ്യും. ആൻഡ് ദർ എലഗന്റ് ഡ്രസ്, അവരുടെ സുന്ദരമായ വസ്ത്രങ്ങൾ ഞാൻ കമ്പയർ ചെയ്യും സർ. അവരുടെ അത്ര മികച്ച വസ്ത്രങ്ങളല്ലല്ലോ എൻ്റെത്, ഇത്യാദി കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു പോകും. പ്ലീസ് ടെൽ മീ സർ, എന്നോട് പറയൂ സർ. ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്ക് ഒരു സമുദ്രത്തിലെ കപ്പലിന്റെ ഒരു എഞ്ചിനീയർ ആവണം സർ. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്കൊരു കപ്പലിൽ യാത്ര ചെയ്യണമെന്ന് അതിയായ മോഹമുണ്ട് സർ. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ആ ഷിപ്പിനെ നയിക്കുന്ന ഒരു ചങ്കൂറ്റമുള്ള ക്യാപ്റ്റൻ ആകണം എന്ന് ആഗ്രഹമുണ്ട് സർ. ഐ വാണ്ട് ടു ബിൽഡ് ദ എഞ്ചിൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ആ കപ്പലിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ കരുത്തുള്ള ഒരു ടെക്നീഷ്യൻ ആവണമെന്ന് ആഗ്രഹമുണ്ട് സർ. ഷാൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദിസ് സർ? ഇതൊക്കെ എനിക്ക് ചെയ്യുവാൻ കഴിയുമോ സർ? ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ സർ? സാധിക്കുമോ സർ? ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ. ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് നേടുക സർ? എനിക്കൊന്നും അറിയില്ല. ഞാനൊരു കുട്ടിയാണ്, ഞാൻ ലജ്ജാലുവാണ്, ഞാൻ ഭയചകിതനാണ്, എനിക്ക് ഒട്ടും ആത്മവിശ്വാസമില്ല. ഈ ദൗത്യങ്ങളൊക്കെ, ഈ എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ എനിക്ക് നേടുവാൻ കഴിയുമോ സർ? വാട്ട് ഷുഡ് ഐ ഡു സർ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി? എനിക്ക് ഇതിനു വേണ്ടിയുള്ള ആത്മധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുക സർ?
when the boy completed the question, ആ കുട്ടി ഈ ചോദ്യം അവസാനിപ്പിച്ചപ്പോൾ, the entire audience and the dignitaries on the dais, അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് കാണികളും വേദിയിലെ വിശിഷ്ടരായ വ്യക്തികളും, ഇൻക്ലൂഡിംഗ് ദ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും, were looking at me, എന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞാനപ്പോൾ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കുട്ടി ചോദിക്കേണ്ട സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നിലേക്കാണ് അവരുടെ കണ്ണുകൾ പായിച്ചത്. എന്താണ് അവർ എന്നിലേക്ക് കണ്ണുകൾ പായിക്കുവാൻ കാരണം നിങ്ങൾക്കറിയുമോ? വണ്ടറിംഗ് വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ ടു ദി സിൻസിയർ ക്വസ്റ്റ്യൻ ഓഫ് ദ യങ് വില്ലേജ് ബോയ്. ഗ്രാമത്തിൽ നിന്ന് വന്ന ഈ പിഞ്ചുകുട്ടിയുടെ, അല്ലെങ്കിൽ ഈ നിഷ്കളങ്കനായ കുട്ടിയുടെ ചോദ്യത്തിന്റെ മറുപടി ഞാൻ എന്തായിരിക്കും പറയുക എന്നത് കേൾക്കുവാൻ ആകാംക്ഷയോടെയാണ് ആ കാണികളും വിശിഷ്ട വ്യക്തികളും എന്നെ തന്നെ നോക്കിയത് എന്ന് മനസ്സിലായില്ലേ? എല്ലാവരുടെയും കണ്ണുകൾ എന്നിലാണ്. ഞാൻ എന്താണ് ഇതിന് മറുപടി പറയുക എന്ന് കേൾക്കുവാൻ അവർ എല്ലാവരും നിർനിമേഷരായി എന്നെ തന്നെ നോക്കി നിന്നു. ഓക്കെ സ്റ്റുഡൻസ്, മനസ്സിലാവുന്നില്ലേ? നന്നായി ടെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്. ഐ തോട്ട് ഓഫ് ഇറ്റ്, അതിനെക്കുറിച്ച്, ആ ചോദ്യത്തെക്കുറിച്ച് ഞാൻ അല്പം ആലോചിച്ച്, ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ്, ആ ശാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട്, മുറിച്ചുകൊണ്ട്, ഐ സെഡ്, ഞാൻ പറഞ്ഞു തുടങ്ങി, മൈ ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തേ, യു ഹാവ് പുട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ among the many questions that I have received from millions and millions of students whom I have met. എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് കുട്ടികളെ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കുട്ടികൾക്കിടയിൽ നിന്നും ഇതുവരെ ഉണ്ടാവാത്തൊരു ചോദ്യമാണ് എൻ്റെ പ്രിയ കുട്ടി നീ ചോദിച്ചത്. അവരാരും ചോദിക്കാത്തൊരു ചോദ്യമാണ് നീ ഇപ്പോൾ ചോദിച്ചത്. വളരെ മികച്ചൊരു ചോദ്യമാണ് നീ എന്നോട് ചോദിച്ചിരിക്കുന്നത്. എന്നെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് അല്ലയോ കുട്ടി നീ ചോദിച്ചത് എന്ന് അബ്ദുൽ കലാം പറയുകയുണ്ടായി. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ, ഞാൻ നിന്റെ ചോദ്യത്തിന് വളരെയേറെ വില കൽപ്പിക്കുന്നു. മൂല്യമുള്ളൊരു ചോദ്യമാണ് മകനെ നീ ചോദിച്ചത്. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി, ഒട്ടനവധി വിദ്യാർത്ഥികളുടെ, ഒട്ടനവധി യുവതി യുവാക്കളുടെ ഉള്ളിലുള്ള ഭയമാണ് നീ ഈ ചോദ്യത്തിലൂടെ പ്രകടിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ലെറ്റ് മീ റെസൈറ്റ് എ ബ്യൂട്ടിഫുൾ ഏൻഷ്യന്റ് പോയം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. ഈ സമയത്ത് എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഞാൻ എപ്പോഴോ പഠിച്ച ഐ വിൽ ഫ്ലൈ എന്ന കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലിത്തരാനാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഈ കവിത, മനോഹരമായ ഈ കവിത ഒന്ന് കേട്ടു നോക്കൂ. ഇതിന്റെ ഉത്തരമായി എനിക്ക് നിന്നോട് പറയുവാനുള്ളതും ഈ സദസ്സിനോട് പറയുവാനുള്ളതും ഈ കവിതയിലെ വരികളാകുന്നു. ശ്രദ്ധിക്കുക. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ ആം ബോൺ വിത്ത് ഗുഡ്നസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ ജനിച്ചിരിക്കുന്നത് ഒരുപാട് കരുത്തോടെയാണ്, കഴിവുകളാലെ ആണ് ഞാൻ ഭൂജാതനായിരിക്കുന്നത്. ഞാൻ ഒരുപാട് മഹത്വത്തോടെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. എന്നിൽ വലിയ വിശ്വാസമുണ്ട്. ഞാൻ എന്തിനേയും ശക്തമായി വിശ്വസിക്കുന്നു. ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നു. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ ഒരുപാട് ആശയങ്ങളാലെ പറന്നവനാണ്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങളാലെ പറന്നവനാണ്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നസ്. ഞാൻ ഒരുപാട് മഹത്വത്തോടെ പിറന്നവനാണ്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഞാൻ വളരെയേറെ ആത്മവിശ്വാസത്തോടെ പിറന്നവനാണ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളാലെ പറന്നവനാണ്. സോ ഇത്രയൊക്കെ കഴിവുള്ള ഞാൻ, ഈ ചിറകുള്ള ഞാൻ, ഐ ആം നോട്ട് മീൻഡ് ഫോർ ക്രോളിംഗ്. ഇഴയുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ചിറകുള്ള ജീവി എന്തിനാണ് ഇഴയുന്നത്? ദൈവം ചിറകുകൾ കൊടുത്തിരിക്കുന്നത് പറക്കുവാനാണ്. അകലങ്ങളിലേക്ക്, ദൂരങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് പറക്കുവാനാണ്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ചിറകുകളുണ്ട്. ഈ ചിറകുകളുള്ള ഞാൻ എന്തിനാണ് ഇഴയാനായി കൊതിക്കുന്നത്? അതുകൊണ്ട് ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകൾ തന്നിരിക്കുന്നു ദൈവം. അതുകൊണ്ട് ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ
ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ, ഞാൻ പറന്ന് പറന്ന് മേലോട്ട് വരും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളിലേക്കുള്ള യാത്ര തുടരും. എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ നേടും, എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ നേടും. അത് കാരണം എനിക്ക് ദൈവം ചിറകുകൾ തന്നിട്ടുണ്ട്. അല്ലയോ യുവതി യുവാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പറന്നു വരുവാനുള്ള അദൃശ്യമായ ചിറകുകൾ തന്നിട്ടുണ്ട്. ആഗ്രഹങ്ങളുടെ ചിറകുകൾ തന്നിട്ടുണ്ട്. ആ ചിറകുകളുടെ ശക്തി എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക? ഉറച്ച തീരുമാനത്തിലൂടെ, കഠിനമായ ശ്രമത്തിലൂടെ നമുക്ക് അത്തരം ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് ഈ പ്രസംഗത്തിലൂടെ ഡോക്ടർ അബ്ദുൽ കലാം സദസ്സിനോട് പറയുന്നത്. മനസ്സിലായല്ലോ? ആൻഡ് യുവർ ലാസ്റ്റ് പാർട്ട്. യങ് ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഹൗ യു ക്യാൻ ബി യുണീക്ക്. എങ്ങനെയാണ് നിങ്ങൾക്ക് അതുല്യരാവാൻ കഴിയുക, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവാൻ കഴിയുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 മില്യൺ യൂത്ത് ഇൻ എ ഡെക്കേഡ്സ് ടൈം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞാൻ 15 ദശലക്ഷത്തോളം വിദ്യാർത്ഥികളെ, യുവാക്കളെ പല സ്ഥലങ്ങളിലായി ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഐ ലേൺഡ്, അവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൊരു കാര്യം, എവരി യൂത്ത് വാണ്ട് ടു ബി യുണീക്ക്. എല്ലാവർക്കും അതുല്യരാവണമെന്ന മോഹമാണുള്ളത്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകണമെന്ന മോഹമാണുള്ളത്. ദാറ്റ് ഈസ് യു. ആ വ്യത്യസ്തമാകണമെന്ന മോഹം കൊണ്ട് നടക്കുന്നവർ ആരാണ്? നിങ്ങളാണ്. യുവതി യുവാക്കളായ നിങ്ങൾ തന്നെയാണ്, മറ്റാരുമല്ല. ബട്ട് ദി വേൾഡ് ഓൾ അറൌണ്ട് യു. നമുക്ക് ചുറ്റുമുള്ള ലോകം എത്രയെത്ര നല്ല കാര്യങ്ങളാണ് രാത്രിയും പകലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്തിന്റെ ആ നേട്ടങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ടു മേക്ക് യു എവരിബഡി എൽസ്. നിങ്ങൾ എല്ലാവരെ പോലെയുമാക്കാൻ നമ്മുടെ ലോകം സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഇൻ യുവർ ഹോം, നിങ്ങൾ വീട്ടിലെത്തിയാൽ, ഡിയർ യങ് ഫെലോസ്, അല്ലയോ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് യു ആർ ആസ്ക്ഡ് ബൈ യുവർ പേരൻസ്. നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളോട് ചോദിക്കാറില്ലേ? എന്താണ് ചോദിക്കുക? ടു ബി ലൈക്ക് ദ നെയ്ബേഴ്സ് ചിൽഡ്രൻ. നിങ്ങൾ എന്താണ് അയൽപക്കക്കാരുടെ കുട്ടികളെ പോലെ ആകാത്തത്? ഫോർ സ്കോറിംഗ് ഗുഡ് മാർക്സ്. അവരെ പോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാത്തത് എന്താണ് എന്ന് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളോട് ചോദിക്കാറില്ലേ വീട്ടിൽ? വെൻ യു ഗോ ടു സ്കൂൾ, യുവർ ടീച്ചർ സേസ്. നിങ്ങൾ സ്കൂളിലെത്തിയാലോ, വിദ്യാലയത്തിലെത്തിയാലോ, നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് ചോദിക്കും. എന്താണ് ചോദിക്കുക? വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദ ക്ലാസ്. നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ്സിലെ ആദ്യ 5 റാങ്കുകാരിൽ ഒരാളായാൽ എന്താണ് കുഴപ്പം? നിങ്ങൾ പഠിച്ചാൽ നടക്കില്ലേ എന്ന് ക്ലാസ്സിലെത്തിയാൽ അധ്യാപകനും ചോദിക്കുന്നു, അല്ലേ? വേറെവർ യു ഗോ, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും. എന്താണ് ചോദിക്കുക? യു ഹാവ് ടു ബി സംബഡി എൽസ്. നിങ്ങളെ ആർക്കെങ്കിലും ആയിക്കൂടെ? എവരിബഡി എൽസ്. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരാവാൻ കഴിയും, ഒരുപാട് വ്യക്തികളാവാൻ കഴിയും, വിശിഷ്ടരാവാൻ കഴിയും, കഴിവുള്ളവരാകാൻ കഴിയും, നേട്ടങ്ങൾ നേടാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെ പോലെയും ആകാൻ കഴിയില്ലേ? ഇത്യാദി ചോദ്യങ്ങൾ നിങ്ങളെ എവിടെ കണ്ടാലും ജനങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളെ മുട്ടിക്കും, അല്ലേ? നൗ ഡിയർ യങ് ഫ്രണ്ട്സ്, അല്ലയോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്. നിങ്ങളിൽ എത്ര പേർ ഇങ്ങനെ അതുല്യരാവാൻ ആഗ്രഹിക്കുന്നുണ്ട്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഗുണങ്ങൾ ഉള്ളവരാവാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? കൊതിക്കുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമില്ലേ? കലാം പറഞ്ഞ പോലെ സ്വപ്നങ്ങളില്ലേ? ആ സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? അതുല്യരാവാൻ കൊതിക്കാത്ത ഒരു യുവാവും യുവതിയും ഈ ലോകത്തില്ലെന്ന് അബ്ദുൽ കലാം തന്റെ അനുഭവത്തിലൂടെ പറയുന്നു. ഓക്കെ, ആ ചോദ്യം ചോദിക്കുന്നു. ഒടുവിലായി അദ്ദേഹം ഇങ്ങനെയാണ് ഈ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നത്. ദ ചാലഞ്ച്, അതിനുള്ള വെല്ലുവിളി നാം ഏറ്റെടുക്കണം. മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളായ യുവതികളായ കൂട്ടുകാരെ, ഇസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ക്യാൻ എവർ ഇമാജിൻ. നാം എന്നൊന്നും സങ്കല്പിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു യുദ്ധം തന്നെ നാം നേരിടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മത്സരങ്ങളുടെ യുദ്ധമാണ്, നേട്ടങ്ങളുടെ യുദ്ധമാണ്, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള യുദ്ധങ്ങളാണ്, ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാവുക ഇന്ന് തന്നെ. അല്ലയോ മനുഷ്യരെ, പ്രിയ സുഹൃത്തുക്കളെ, എന്തെന്നും മനുഷ്യന്മാർ ഇതേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. ഇപ്പോഴേ തയ്യാറായിക്കൊള്ളൂ. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ യു അറൈവ് അറ്റ് ദ ഡെസ്റ്റിനൈഡ് പ്ലേസ്. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നത് വരെ നിങ്ങളുടെ ആയുധം താഴെ വെക്കരുത്. ലക്ഷ്യം നേടുന്നത് വരെ, ആ സ്ഥലം വരെ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട്, ആയുധമണിഞ്ഞുകൊണ്ട്, യുദ്ധം ചെയ്തുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുല്യരാവാൻ കഴിയൂ. ദാറ്റ് ഈസ് എ യുണീക്ക് യു. അങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയം യുണീക്ക് ആവാൻ കഴിയുക, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവാൻ കഴിയുക, അതുല്യരാവാൻ കഴിയുക,
പ്രതിഭകളാവാൻ കഴിയുക, ലോകത്തെ ഉന്നത നേട്ടങ്ങൾ ആവാൻ കഴിയുക. അല്ലയോ യുവാക്കളെ, നിങ്ങൾക്കാണ് ഉജ്ജ്വലമായ മനസ്സുള്ളത്. നിങ്ങൾക്ക് മാത്രമേ ഈ ഉജ്ജ്വല നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ രാജ്യത്തിന്, ലോകത്തിന് വലിയ സംഭാവനകളിലൂടെ നിങ്ങൾക്ക് അവരെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ സാധിക്കുള്ളൂ. അങ്ങനെ ലോകത്ത് നിങ്ങൾ അതുല്യരാവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം നടത്തിയ ഈ പ്രസംഗം അദ്ദേഹം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.